ഈ പാർട്ടി പറയട്ടെ എന്ന് പറഞ്ഞാൽ പാർട്ടി എന്തായാലും പറയും. കാരണം താങ്കൾ മത്സരിക്കണമെന്ന് സ്വാഭാവികമായിട്ടും കോൺഗ്രസ് പാർട്ടിക്ക് ആഗ്രഹമുണ്ടായിരിക്കും. അതങ്ങനെ തന്നെ വരികയും ചെയ്യും. പക്ഷേ താങ്കൾ ആവശ്യപ്പെടുന്ന സീറ്റ് പോലും നൽകുവാൻ പാർട്ടി തയ്യാറാകും. വട്ടിയൂർക്കാവ് വിട്ട് ഒരിടത്തേക്കും പോകുന്നില്ല എന്ന് മാനസികമായിട്ട് താങ്കൾ തീരുമാനിച്ചു. അങ്ങനെ ഒരു അല്ല, തോന്നൽ ഞാൻ ഉണ്ടാകുന്നുണ്ടോ? അങ്ങനത്തെ ഒരു തീരുമാനത്തിലൊന്നും ഞാൻ എത്തിയിട്ടില്ല. ഞാൻ പറഞ്ഞു, മത്സരിക്കുന്ന കാര്യം പാർട്ടി ആവശ്യപ്പെട്ടാൽ ഉം. അപ്പോൾ എൻ്റെ മനസ്സിലുള്ള കാര്യങ്ങൾ ഞാൻ പങ്കുവയ്ക്കും. അതല്ലാതെ ഇപ്പോൾ ഇന്ന സ്ഥലത്തേ ഉള്ളൂ എന്നൊന്നും ഞാൻ പറയുന്നില്ല. സാഹചര്യങ്ങൾ നോക്കി തീരുമാനമെടുക്കാം. ഈ ആർഎസ്എസിനെ പിണക്കിയ ഒരാളായിപ്പോയി ഞാൻ എന്ന രീതിയിൽ താങ്കൾക്ക് അങ്ങനെ ഒരു തോന്നലുണ്ടോ? തൃശ്ശൂർ ഇല്ല, തോൽവിക്ക് ശേഷം ഞാൻ അങ്ങനെ വന്നത്? അങ്ങനെ പണക്കലല്ല. ഒരു ഉം. പാർട്ടിയുടെ ഒരു നയമെടുത്താൽ ആ നയത്തിൻ്റെ കൂടെ നിൽക്കണം. ഉം. ഞാൻ അഭിപ്രായക്കാരനാണ്. ഉം. പാർട്ടിക്ക് യോജിക്കാൻ കഴിയാത്തവരുമായിട്ട് എനിക്ക് യോജിക്കാൻ കഴിയില്ല. ഉം. അപ്പോൾ സ്വാഭാവികമായിട്ടും ഞാൻ ഇപ്പോൾ നിയമത്ത് മത്സരിച്ചത് എന്താണെന്ന് പറഞ്ഞാൽ കഴിഞ്ഞ അതായത് 2016 മുതൽ 21 വരെ നിയമസഭയ്ക്കകത്തും പുറത്തും ഉണ്ടായിരുന്ന ഒരു ആരോപണം കോൺഗ്രസ് സഹായിച്ചതുകൊണ്ടാണ് BJP അക്കൗണ്ട് തുറന്നത് എന്നൊരു ഫീലിംഗ് മൊത്തത്തിലുണ്ടായി. ഉം. ഇപ്പോൾ 2021 വന്നപ്പോൾ ഒന്നുകിൽ ഉമ്മൻചാണ്ടി മത്സരിക്കണം, രമേശ് മത്സരിക്കണം എന്നൊക്കെയുള്ളത് വന്നപ്പോൾ അപ്പോൾ ഞാൻ പറഞ്ഞു, പാർട്ടി പറയുകയാണെങ്കിൽ ഞാൻ മത്സരിക്കാൻ. കാരണം ഞാനിപ്പോൾ MP ആണ്. ഞാൻ വെച്ചാൽ ഉമ്മൻചാണ്ടിയോ രമേശ് ചെന്നിത്തലയോ നിയമസഭയിൽ ഇല്ലാത്തൊരു അവസ്ഥ ഉണ്ടാകാൻ പാടില്ല. രണ്ടുപേരും സീനിയർ നേതാക്കന്മാരാണ്. ഞാനേതായാലും മത്സരിച്ചു. കോൺഗ്രസിൻ്റെ കുറേ നഷ്ടപ്പെട്ട വോട്ടുകൾ തിരിച്ചു പിടിച്ചു. അതാണൊരു 37,000 വരെ വോട്ട് കിട്ടി. 13,000-ൽ നിന്ന് 37,000 കിട്ടിയപ്പോൾ സ്വാഭാവികമായിട്ടും കോൺഗ്രസിൻ്റെ വോട്ടുകൾ പോയത് BJP-യിലേക്കായിരുന്നു. ആ വോട്ടുകൾ കുറേ തിരിച്ചു വന്നു, മുഴുവൻ വന്നില്ല, കുറേ തിരിച്ചു വന്നു. അങ്ങനെ റിസൾട്ട് വന്നപ്പോൾ BJP തോറ്റ് CPM ജയിച്ചു. അപ്പോൾ BJP-യുടെ പല നേതാക്കന്മാരും ഞാനുമായിട്ട് സൗഹൃദത്തിലുള്ള ചില നേതാക്കന്മാരൊക്കെ പറഞ്ഞു, ഞങ്ങൾക്ക് വിരോധം മറ്റൊന്നുമല്ല, നിങ്ങൾ ജയിക്കാനല്ല, നിങ്ങൾ ഞങ്ങളെ തോൽപ്പിക്കാൻ മത്സരിച്ചു. മാത്രമല്ല നിയമസഭയിൽ അംഗം അല്ലാതെ വന്നപ്പോൾ ഈ പല സർക്കാരിൻ്റെ സമിതികളൊക്കെ ഉണ്ടല്ലോ, ഇപ്പോൾ കാർഷിക വികസന സമിതി, അതുപോലെ ജില്ലാ വികസന സമിതി, ഇതിലൊക്കെ നിയമസഭയിൽ പ്രാതിനിധ്യമുള്ള പാർട്ടികൾക്കാണ് പ്രയോറിറ്റി കൊടുക്കുക. അപ്പോൾ ആശുപത്രി വികസന സമിതി, അങ്ങനെയുള്ള സമിതിയിൽ നിന്നൊക്കെ BJP-ക്കാർ ഔട്ടായി. അപ്പോൾ ആ ദേഷ്യം എല്ലാം കൂടെ ഇതൊക്കെ ഞാൻ കാരണമാണ്. ഞാൻ അങ്ങനെ സന്നദ്ധ പ്രകടിപ്പിച്ചില്ലായിരുന്നുവെങ്കിൽ ഏതെങ്കിലും ജൂനിയർ സ്ഥാനാർത്ഥികൾ വരുമായിരുന്നു, ജയിക്കുമായിരുന്നു എന്നൊക്കെയുള്ള പ്രതീക്ഷയാണ്. പക്ഷേ ഞാൻ പറഞ്ഞു, പാർട്ടിയുടെ ഒരു നിലനിൽപ്പിന് വേണ്ടി ഞാൻ അങ്ങനെ ഒരു പ്രവർത്തനം ചെയ്തു.